ചില കേക്കുകൾ നന്നായിട്ട് ഫ്ലോപ്പ് ആവാറുണ്ട്. പക്ഷേ ചില കേക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ ആർച്ചയായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ നാൾക്ക് മുമ്പേ ഈ ഒരു മോഡൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മെനക്കേടായതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേക്ക് ചെയ്യാതിരുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ചോക്ലേറ്റ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഹാർട്ടിൻ്റെ ഒരു ചോക്ലേറ്റ് മോൾഡ് ഉണ്ടായതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ ഇത്. ഫുള്ള് ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കേണ്ട ആ ഒരു പാടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഹാർട്ട് ഷേപ്പ് കേക്കുകൾ വരുമ്പോൾ ഹാർട്ട് ഷേപ്പ് മോൾഡ് വെച്ചിട്ടാണോ ചെയ്യുന്നതെന്ന്. ഹാർട്ട് ഷേപ്പ് മോൾഡ് വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ നോർമലി റൗണ്ട് കേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു കേക്കിലെ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട റൈറ്റിങ് ഈ ക്രംസിൻ്റെ ടോപ്പിലായിട്ടായിരുന്നു കേട്ടോ. എഴുതിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം നമ്മൾ ആ ഒരു ക്രംസ് ക്രീമുമായിട്ട് ഇങ്ങനെ ചേർന്ന് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഒരു കണക്കിന് എഴുതി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.